ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം 5-ൽ അനുകൂലമാണ്, ശനി 3-ലും അനുകൂലമാണ്, 10-ാം ഭാവത്തിലെ കേതു, 4-ൽ നിൽക്കുന്ന രാഹു. തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വ്യക്തികൾ, ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ തങ്ങളുടെ നയപരമായ ഇടപെടലുകൾ കൊണ്ട് ഇത്തരം ചില സന്നിഗ്ധാവസ്ഥകൾ തങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന് മാറ്റിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ശുക്രൻ്റെ 2-ലെ നില നല്ല വാക്കുകൾ കൊണ്ട്, മധുര ഭാഷണങ്ങൾ കൊണ്ട് ഇവർക്ക് ഇവരുടേതായ നില കൈവരിക്കാനാകും. അതുകൊണ്ട് പ്രശ്നങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ സാധിക്കും. എന്നാൽ സൂക്ഷിക്കുക, ശത്രു ഏതൊക്കെയോ രൂപത്തിൽ തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഒരു നിഴൽ പോലെ പിന്തുടരുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഒരു ചെറിയ അബദ്ധമോ തെറ്റോ മതി അതിനെ വലുതായി കാണിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ തങ്ങളുടെ വില ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ ഇവരെ പിന്തുടരും. പ്രത്യേകിച്ചും കർമ്മരംഗത്തും അതുപോലെ കുടുംബത്തിലും ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളുണ്ടാകും. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ എന്ന് വിചാരിക്കുന്നവർ തന്നെ ശത്രുസ്ഥാനത്ത് മാറി തങ്ങളെ ഉപദ്രവിക്കുന്നതായി കാണാം. മനസ്സിൻ്റെ സമാധാനം കൈവിടുന്ന അവസ്ഥയുണ്ടാകാം. പക്ഷേ അവിടെയൊക്കെ തന്നെ ഈ ഒരാഴ്ച സ്വന്തം മനസ്സിൻ്റെ ശക്തി കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമൊക്കെ നല്ല രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് ഇവർക്കതിനെ വിജയിക്കാൻ സാധിക്കും. സാമ്പത്തികമായി നല്ല നേട്ടം കാണുന്നു. കുടുംബത്തിനെ സഹായിക്കാൻ തക്കവണ്ണമുള്ള സാമ്പത്തിക ഭദ്രത ഇവർക്ക് ഈ ആഴ്ചയുണ്ടാകുന്നു. യാത്ര കൊണ്ട് ഗുണവും പ്രവർത്തന മേഖലയിൽ വിജയവും കാണുന്നു. ചെറിയ ചില തടസ്സങ്ങൾ ഒഴിച്ചാൽ ഈ ആഴ്ച പൊതുവേ നല്ലതാണ്. എന്നാൽ കർമ്മരംഗം, പ്രവർത്തന രംഗം വളരെ സൂക്ഷിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 11-ാം തീയതി നല്ലതാണ്. പിന്നെ 16 ഉച്ചയ്ക്ക് ശേഷം 17 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്.